ഹായ് എല്ലാ കൂട്ടുകാർക്കും റിയാസ് മോഹൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉള്ളിവടയുടെ റെസിപ്പിയാണ്. നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിലും ടേസ്റ്റിലും നല്ല ക്രിസ്പിയാണ്, ഒപ്പം തന്നെ സോഫ്റ്റാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നിട്ട് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പം എന്നും പറയാറുള്ളത് പോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മീഡിയം സവോളയെല്ലാം നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് കറിവേപ്പില വേണമെന്ന് വെച്ചാൽ നമുക്ക് അരിഞ്ഞും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. അത്രയും സോഫ്റ്റ് ആവുന്ന വരെ കുഴക്കണം കേട്ടോ. ഈ സവോളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്ന പോലെ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായം പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ കായം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. കാരണം എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ വെച്ച് നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, വേറെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ സവോളയിലെ വെള്ളം കൊണ്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അത് നമ്മൾ കുഴച്ച് നമുക്ക് ആ ഒരു ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി അങ്ങ് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കുഴയ്ക്കാൻ പറ്റും കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുഴച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇത് വെള്ളം പോരാ, ഇനി വെള്ളം ഒഴിക്കേണ്ടി വരുമെന്നൊക്കെ. പക്ഷേ ഒന്നുമില്ല, നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ചെറിയ ബോൾസാക്കി ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിവടയൊക്കെ ഷേപ്പില്ലേ, ആ ഷേപ്പിലേക്ക് ആക്കിയിട്ടൊന്ന് അതിലിട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിൽ കഴിക്കാനാവുന്നത് വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും നോക്കിയില്ല. പിന്നെ ഉള്ളിവട ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇരിക്കാറ്. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയാട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മളത് കോരിയെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരുന്നൊരു സമയം. അപ്പോൾ നോക്കിയേ, നല്ല അടിപൊളിയല്ലേ. കാണുമ്പോൾ തന്നെ വായിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിവട. അപ്പം നമ്മുടെ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതുവരെ ഉള്ളിവട ശരിയാവാത്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.